ഹലോ കുട്ടികളെ, അപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാസ് ക്രോമാറ്റോഗ്രാഫിനെ കുറിച്ചാണ്. ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി എന്നുള്ള പേര് തന്നെ ക്ലിയർ ആണ്. എന്താണ് ഗ്യാസ് ക്രോമാറ്റോഗ്രാഫീൻ്റെ എല്ലാ ക്രോമാറ്റോഗ്രാഫിക്കും ഒരു മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഗ്യാസ് ക്രോമാറ്റോഗ്രാഫീൻ്റെ മൊബൈൽ ഫേസ് ഗ്യാസ് ആണ്. അതുകൊണ്ടാണ് ഇതിന് ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ബേസിക്കലി ഇത് 2 ടൈപ്സ് ഉണ്ട്. GLC ഉണ്ട്, GSC ഉണ്ട്. GLC എന്ന് പറഞ്ഞാൽ ഗ്യാസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫി എന്ന് പറയും. അതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ GLCനെ കുറിച്ചാണ് പറയുന്നത്. അതായത് GLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഗ്യാസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫിയാണ്. മൊബൈൽ ഫേസ് ഗ്യാസ് ആണ്, സ്റ്റേഷനറി ഫേസ് ലിക്വിഡാണ്. ഇനി GSC എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫേസ് ഗ്യാസ് ആണ്, സ്റ്റേഷനറി ഫേസ് ചിലപ്പോൾ സോളിഡ് ആയിട്ട് ഉപയോഗിക്കുകയാണ്, GSC എന്ന് പറയും. ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GLCനെ കുറിച്ചാണ്. ഓക്കെ, ഇനി ഗ്യാസ് ക്രോമാറ്റോഗ്രാഫീൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റൽ സെറ്റപ്പാണിത്. ഇതിൻ്റെ അകത്ത് നോക്കുക, ആദ്യം കേരിയർ ഗ്യാസ് ഉണ്ട്. കേരിയർ ഗ്യാസ് ഒരു സിലിണ്ടറിൽ എടുത്തിട്ടുണ്ട് അല്ലേ? അതാണ് ഇതിൻ്റെ മൊബൈൽ ഫേസ്. ആ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ നോൺ റിയാക്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഗ്യാസ് ആയിരിക്കണം. ബിക്കോസ് അതിൻ്റെ റിയാക്ഷനെ കൊണ്ട് ഈ കോമ്പണൻസിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന കോമ്പണൻസിന് റിയാക്ഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതായത് നോൺ റിയാക്റ്റീവ് ഗ്യാസ് അയക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ. പിന്നെ ചീപ്പർ അയക്കണം, അങ്ങനത്തെ കുറേ കണ്ടീഷനുകളുണ്ട്. മോസ്റ്റ് കോമൺ ആയിട്ട് ഹീലിയം ഗ്യാസാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ആ ഗ്യാസിൻ്റെ പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ പമ്പ് ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ആ പ്രഷർ പമ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരു സ്ട്രീം ഓഫ് ഗ്യാസ് ഇതിലേക്ക് പാസ് ചെയ്യും. അതൊരു ഹീറ്റിംഗ് ചേമ്പറിലേക്കാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇതൊരു ഹീറ്റിംഗ് ചേമ്പറാണ്. ഈ സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടൊരു ഹീറ്റിംഗ് ചേമ്പർ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹീറ്റിംഗ് ചേമ്പറിലേക്ക് ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാവും, ഇനീഷ്യലി ആദ്യം തന്നെയുള്ള ഭാഗം ഒരു സിറിഞ്ച് അല്ലേ? ആ സിറിഞ്ചിലാണ് നമ്മളെ സാമ്പിൾ ഇൻസേർട്ട് ചെയ്യുക. സപ്പോസ് നമ്മളെ സാമ്പിൾ സാമ്പിളിൽ A+B+C ഇങ്ങനെ 3 കോമ്പണൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതായത് ഇതെപ്പോഴും ഒരു ഹീറ്റ് ചേമ്പറിൻ്റെ അകത്തേ കീപ്പ് ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഈ സാധനം, അതായത് ഈ കോമ്പണൻ്റ് ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഉള്ളതെങ്കിൽ അത് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വോളട്ടൈൽ ആയിട്ടുള്ള സാധനങ്ങളെ മാത്രമേ നമുക്ക് ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അതിനെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനൊരു ഹീറ്റിംഗ് ചേമ്പറിൽ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സിറിഞ്ച് പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇതിലേക്ക് ആ ഗ്യാസിൻ്റെ സ്ട്രീമിലേക്ക് എന്ത് ചെയ്യും, നമ്മളെ സാമ്പിൾ വരും, മിക്സ്ചേഴ്സ് വരും. അതിന് ആ ഗ്യാസ് എന്ത് ചെയ്യും, നമ്മളെ സാമ്പിളിനെയും കൊണ്ടിട്ട് ഒരു സർക്കുലർ കോയിൽഡ് കോളത്തിലേക്കാണ് പോകുന്നത്. ഇതൊരു കോയിലാണ് ഈ കോളം. ഓക്കെ, ഇങ്ങനെ കോയിൽഡാണ് ഈ കോളമുള്ളത്. ഓക്കെ, ഈ കോയിലിൻ്റെ ഉള്ളിൽ കീസൽഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോളിഡ് സപ്പോർട്ട് ഉണ്ടാവും. കീസൽഗർ എന്ന് അതിന് പറയാം. കീസൽഗർ ഒരു സോളിഡ് സപ്പോർട്ടിന് വേണ്ടിയാണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡ് സപ്പോർട്ട് കൊടുക്കുക. ആർക്ക്? സ്റ്റേഷനറി ഫേസായ ലിക്വിഡിന്. അതായത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ പോളിയെത്തലീൻ ഗ്ലൈക്കോളാണ്. അതൊരു സൊല്യൂഷനാണ്. അപ്പോൾ ആ സൊല്യൂഷന് നിൽക്കാനുള്ള ഒരു സോളിഡ് സപ്പോർട്ട് ഒരുക്കുകയാണ് കീസൽഗർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സോളിഡ് സപ്പോർട്ട് ഉണ്ടാവുക കോയിലിന്. ആ സപ്പോർട്ടിൻ്റെ താഴെ എന്താവും, പോളിയെത്തലീൻ ഗ്ലൈക്കോൾ ഉണ്ടാവും സൊല്യൂഷനായിട്ട്. അതാണ് നമ്മുടെ സ്റ്റേഷനറി ഫേസ്. അതുകൊണ്ടാണ് ഇതിനെ ഗ്യാസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ സ്റ്റേഷനറി ഫേസ് എന്താണ്, ഒരു ലിക്വിഡാണ്, സപ്പോർട്ടഡ് ബൈ എ സോളിഡ് സപ്പോർട്ട്. ഓക്കെ, അതാണ് ഇതിനെ. ഇനി സപ്പോസ് ഞാൻ പറഞ്ഞ മാതിരി ABC എന്നുള്ള 3 കമ്പണൻറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ആ കരിയർ ഗ്യാസ് എന്ത് ചെയ്യും, അതിനെയും കൊണ്ട് ഈ കോയിലിൽ കൂടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നോക്കുകയോ, സപ്പോസ് ഈ കരിയർ ഗ്യാസിന് നമ്മളെ ഈ 3 കോമ്പൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഈ C എന്ന് പറഞ്ഞ കോമ്പണൻറ്റിനോടാണ് കൂടുതൽ അഫിനിറ്റി എന്ന് വെക്കുക. C എന്ന് പറഞ്ഞ കോമ്പൗണ്ടിനാണ് സൊല്യൂബിലിറ്റി കൂടുതൽ എന്ന് വെച്ചോ ഈ ലിക്വിഡിൽ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഈ C എന്ന് പറഞ്ഞ കോമ്പണൻറ്റ് ആദ്യം ഈ C എന്ന് പറഞ്ഞ കോമ്പണൻറ്റ് നല്ല പോലെ അതിൻ്റെ അകത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കും അല്ലേ, ഈ മിക്സ്ചറിലെ C. അതായത് ബിക്കോസ് അതിനെന്താണ്, സിക്ക് ഭയങ്കര അഫിനിറ്റിയാണ് ഈ ലിക്വിഡ് ആയിട്ടുള്ളത്. ദെൻ B, ദെൻ A, അങ്ങനെയാണുള്ളത്. ഓക്കെ, അപ്പോൾ സീനെ നല്ലോണം ഹോൾഡ് ചെയ്ത് പിടിക്കും. അല്ലെങ്കിൽ C ഒക്കെ ഈ ഒരു ഭാഗത്ത് തന്നെ എന്താവും, അഡ്സോർബ്ഡ് ആവും. ഇവിടെ പിന്നെ B, പിന്നെ പിന്നെ A, ഇങ്ങനെയാണ് വരിക. Aക്കാണ് ഏറ്റവും അഫിനിറ്റി കുറവ്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ആയി കിടക്കുകയാണ്. ഈ കോയിലിൻ്റെ അകത്ത്. ഈ കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലെങ്തി കോയിലാട്ടോ. നിങ്ങൾ ആ പ്രാക്ടിക്കൽ ചെയ്തപ്പോൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും, ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ലെങ്ത്തുള്ള ഏകദേശം 10 മീറ്റർ ലെങ്ത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും, ഇത് ഓൾറെഡി പോയ ഈ സാമ്പിൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയി കിടക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കഴിഞ്ഞാൽ ഇവിടെ സ്പീഡ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. പ്രഷർ റെഗുലേറ്റർ വെച്ചിട്ട് ഈ സ്പീഡ് കൂട്ടും. ഈ സ്പീഡ് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഈ ഓരോ കോമ്പണൻറ്റും എന്ത് ചെയ്യും, ഡിറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഡിറ്റക്ടറിലേക്ക് വരും. അപ്പോൾ ഏതാ ആദ്യം വരിക, ഡിറ്റക്ടറിൽ ആദ്യം വരിക Aക്കാണ് ഏറ്റവും അഫിനിറ്റി കുറവ് ആ ലിക്വിഡായിട്ട്. അപ്പോൾ A ആദ്യം വരും. ഈ വരുന്ന ഡിറ്റക്ടർ എന്ത് ചെയ്യും, അതിനെ ആംപ്ലിഫൈ
ചെയ്തിട്ട് ഈ കമ്പ്യൂട്ടറിലേക്ക് റിപ്പോർട്ട് കൊടുക്കും, റെക്കോർഡറിൽ നിന്ന് കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, നമുക്കൊരു ഗ്രാഫായിട്ട് കാണിച്ചു തരും. അതായത് ആദ്യം വരുന്നത് എ അല്ലേ, എ ആണ് എ എന്ന് കാട്ടും, പിന്നെ ബി ആണ് ബി എന്ന് കാട്ടും, സി ആണ് സി എന്ന് കാട്ടും, ഇങ്ങനെ ഒരു ഇത് തരും. ഇതാണ് ഗ്യാസ് ക്രോമാറ്റോഗ്രാഫീൻ്റെ ഒരു വർക്കിംഗ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ഗ്രാഫ് ഉണ്ടാവും. എങ്ങനെയാണ് ഇപ്പം നേരത്തെ കേസ് പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ചോ, നേരത്തെ കേസ് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ കമ്പ്യൂട്ടർ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ ഇൻറ്റൻസിറ്റി, ഇവിടെ ടൈം ഇൻ മിനിറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ആദ്യം ഇതിനെ ബേസ് ലൈൻ എന്ന് പറയും. ബേസ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ അതായത് സാമ്പിൾ ഇഞ്ചക്ട് ചെയ്തില്ലേ, അത് തൊട്ടുണ്ടാവണ ഗ്രാഫ്, അതായത് തരുന്ന ലൈനെയാണ് ബേസ് ലൈൻ എന്ന് പറയുക. അവിടെ ഒന്നും വന്നിട്ടില്ല. ആദ്യം ഒരു പീക്ക് വരും, ദെൻ നല്ലൊരു പീക്ക് വരും, മീൻസ് ഒരു വിസിബിളായ പീക്ക് വരും, ദെൻ അടുത്ത പീക്ക് വരും, ദെൻ അടുത്ത പീക്ക് വരും. നോക്ക്, ഈ പീക്കിൻ്റെ എണ്ണം കണ്ടോ, നമ്മൾക്ക് ഇവിടെ 3 കോമ്പണൻസ് ആണ് ഉണ്ടായിന്, പക്ഷെ 4 പീക്ക് ഉണ്ട്. ഇതിലെ ഈ ഫസ്റ്റത്തെ പീക്കില്ലേ, ഈ പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ കരിയർ ഗ്യാസിനെയാണ് കാണിക്കുന്നത്. ഇവിടെ ഹീലിയം ആറ്റത്തിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, കരിയർ ഗ്യാസിന് ഒരു പീക്ക് തരും ഈ ഡിറ്റക്ടർ. ഓക്കെ, അത് ഡിറ്റക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തുകൂടി നിൽക്കും കേട്ടോ. ഇത് നമ്മൾ ഈ കേസ് ആയതുകൊണ്ട് പറയുകയാണ്, ഈ കേസിൽ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിറ്റക്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതെന്ത് ചെയ്യും, കരിയർ ഗ്യാസിനെയും കൂടി ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു പീക്ക്. പിന്നെ നോക്കുക, ഈ നമ്പർ ഓഫ് പീക്ക് ഇൻഡിക്കേറ്റ് ചെയ്യണത് എന്താ, എത്ര കോമ്പോണൻ്റ് ഉണ്ടെന്നാ, 3 പീക്ക് ഉണ്ട്, സോ 3 കോമ്പോണൻ്റ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ഏറ്റവും അഫിനിറ്റി ഉള്ള സാധനം അവസാനമാണ് വരിക. ഇവിടെ ഏറ്റവും അഫിനിറ്റി എയിനു ഞാൻ പറഞ്ഞ സിക്ക് അല്ലേ, പിന്നെ ബിക്ക്, പിന്നെ എക്ക്. അതായത് എക്ക് ആയിരുന്നു ഏറ്റവും അഫിനിറ്റി കുറവ്, അയാൾ ആദ്യം വരും, പിന്നെ ബി, പിന്നെ സി, അങ്ങനെയാണ് ഇത് വരുന്നത്. പിന്നെ നമുക്ക് ഈ പീക്കിൻ്റെ ഏരിയ അല്ലേ, ഈ പീക്കിൻ്റെ ഏരിയ അണ്ടർ ദിസ് പീക്ക് നമുക്ക് എന്ത് ഇൻഫർമേഷൻ തരും, അതിൻ്റെ കോൺസെൻട്രേഷൻ എന്താണെന്നുള്ള ഇൻഫർമേഷനും കൂടി തരും. ഇങ്ങനെയാണ് GCൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. അപ്പം ഇത് ആക്ച്വലി ഒരു പ്രാക്ടിക്കൽ, അതായത് ശരിക്കും ലാബിൽ എടുത്തിട്ടുള്ള ഒരു റിസൾട്ടാണിത്. ഓക്കെ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതിൽ 4 കോമ്പണൻ്റ് ഉണ്ട് കണ്ടോ, 4 കോമ്പണൻ്റ് ഉള്ളൂ, 1 2 3 4 കേട്ടോ. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക പീക്ക് കണ്ടോ, ആ പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കരിയർ ഗ്യാസിൻ്റെ പീക്കാണിത്. 1 2 3 4 ബാക്കി പിന്നെ അതല്ലാണ്ട് 4 പീക്കുള്ള, അതിനോണ്ട് നമുക്ക് എന്താ പറയുക, 4 കോമ്പണൻ്റ് ഉണ്ട്. ഈ കോമ്പണൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കഫീൻ്റെ റിട്ടൻഷൻ ടൈം എന്ന് പറഞ്ഞിട്ട് ഇത്ര മിനിറ്റ് ആണെന്ന് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ റിട്ടൻഷൻ ടൈമിൻ്റെ ടൈം വെച്ചിട്ടാണ് ഓരോന്നിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആ റിട്ടൻഷൻ ടൈം എന്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ, കഫീന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സെറ്റപ്പിൽ പെർട്ടിക്കുലർ പിന്നെ തിക്നെസ് ഉള്ള കോയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരുന്ന സ്റ്റേഷനറി ഫേസ് ഒരു സ്പെസിഫിക് മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ വരുന്ന റിട്ടൻഷൻ ടൈം ഓരോ മെറ്റീരിയലിനും ഓരോ സ്പെസിഫിക് വാല്യൂ വയ്ക്കും. അപ്പോൾ ഈ ഒരു 3.56 മിനിറ്റ് ഒക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഇറ്റ് ഈസ് ജസ്റ്റ് സ്പെസിഫിക്കലി ഫോർ കഫീൻ ഓൺലി. അതുകൊണ്ട് കഫീനാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ഇനിയിപ്പോൾ വേറൊരു അനാലിസിസ് എടുത്തു, അവിടെ ഈ 3.56 സംതിങ് മിനിറ്റിൽ ഒരു പീക്ക് വരുന്നുണ്ടെങ്കിൽ അഗെയിൻ എന്തെന്നേക്കും, കഫീൻ തന്നെയായിരിക്കും, സെയിം സെറ്റപ്പിലാണെങ്കിൽ. ഓക്കെ, അങ്ങനെ ഈ റിട്ടൻഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും എന്താണ് ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഉദാഹരണത്തിന് നമ്പർ ഓഫ് പീക്ക് വെച്ചിട്ട് എത്ര കോമ്പണൻ്റ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ആ പീക്കിൻ്റെ റിട്ടൻഷൻ ടൈം വെച്ചിട്ട് ഏതാണ് കോമ്പണൻ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിൻ്റെ ഏരിയ അണ്ടർ ദ ഏരിയ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏരിയ വെച്ചിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി, മീൻസ് അതിൻ്റെ കോൺസെൻട്രേഷനും നമുക്ക് എന്ത് ചെയ്യാം, GC വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ.